ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സെറ്റ് ദോശയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിയും ഒപ്പം ഹെൽത്തിയുമായിട്ടുള്ള സെറ്റ് ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായി ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: 1.5 കപ്പ് പച്ചരി, ഒരു 1/4 കപ്പ് ഉഴുന്നുപരിപ്പ്, ഒരു 2 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം കൂടി നല്ല പോലെ ഒരു 5-6 വട്ടം കഴുകി നമുക്കിത് ഒരു 6 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇങ്ങനെ സോക്ക് ചെയ്തെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നല്ല ഫൈനായി നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെളുത്ത അവില് സോക്ക് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെറ്റ് ദോശയ്ക്ക് ഞാൻ എപ്പോഴും സാധാരണ ഇതുപോലെ വെളുത്ത അവിലാണ് സോക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കാറ്. ഇനി വെള്ളവിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ ചോറായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ സോക്ക് ചെയ്ത് വെച്ച അവിൽ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഞാനൊരു വലിയ ക്യാരറ്റിന്റെ ഒരു പകുതി ഭാഗം നല്ല പോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഉഴുന്നും പച്ചരിയും കുതിർത്ത് വെച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒരു നല്ല സ്മൂത്ത് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇനി രണ്ടാമത് അരച്ചെടുത്ത മാവ് കൂടി നമ്മൾ ആദ്യം അരച്ചെടുത്ത മാവിലേക്ക് ചേർത്ത് കൊടുത്ത് ഒപ്പം 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പുളിക്കാനായി ഓവർനൈറ്റ് മാറ്റി വയ്ക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത ശേഷം പിറ്റന്നാളത്തേക്ക് നമ്മുടെ മാവ് ഇതുപോലെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവ് ഒരു കയ്യിൽ വെച്ച് നല്ല പോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സെറ്റ് ദോശയ്ക്ക് നല്ലൊരു ഗോൾഡൻ കളർ കൂടി കിട്ടാനായിട്ടാണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ദോശ ഉണ്ടാക്കുമ്പോഴായാലും ഊത്തപ്പം ഉണ്ടാക്കുമ്പോഴായാലും നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അരച്ചെടുത്ത മാവിന് ഒരു ഇത്തിരി കട്ടി കൂടുതലായി തോന്നിയുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഈ ഒരു പാകത്തിലാക്കി എടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ കറക്റ്റ് പാകം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഊത്തപ്പമായാലും സെറ്റ് ദോശയായാലും നല്ല കറക്റ്റ് ടെക്സ്ചറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സെറ്റ് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുത്ത് അധികം അമർത്തി പരത്താതെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. നമ്മുടെ ഊത്തപ്പത്തിന്റെ പോലെ തന്നെ ഈ ഒരു വലുപ്പം മതി നമ്മുടെ സെറ്റ് ദോശയ്ക്കും. ഇങ്ങനെ ഈ മാവ് പരത്തിയെടുത്ത ശേഷം നമ്മുടെ സ്റ്റൗവിന്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ സെറ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ അതിൽ ഹോൾസ് വരാൻ തുടങ്ങും. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗവും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ സെറ്റ് ദോശകളും ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. സാധാരണ ദോശയൊക്കെ മടുക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള സെറ്റ് ദോശയാണ് ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ സെറ്റ് ദോശയ്ക്കൊപ്പം നമ്മുടെ സാധാരണ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ നമ്മൾ സെർവ് ചെയ്യുന്ന ഏത് ചട്നിയും ഇതിന് നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.